പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തിയത് ജനരോഷം കണക്കിലെടുത്ത് മാത്രമെന്നും ശോഭാ സുരേന്ദ്രൻ. ഭീകരാക്രമണം നടത്തിയത് ഇന്ത്യക്കാരാണോ പാകിസ്ഥാൻകാരാണോ എന്ന് പരിശോധിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം പറഞ്ഞത്. ഭീകരവിരുദ്ധ സദസ്സ് നടത്താൻ CPM-ന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? MV ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിൽ ആവശ്യപ്പെട്ടു. പാർട്ടി യോഗങ്ങളിൽ ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യമന്ത്രിക്ക് എറണാകുളം വരെ എത്താൻ സാധിക്കാതെ പോയത് മുഖ്യമന്ത്രിക്ക് വീട് സന്ദർശിക്കാൻ താല്പര്യമില്ല എന്നതിന്റെ സൂചനയാണ്. അവസാനം ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ സാംസ്കാരിക കേരളം കണ്ടതാണ്. കാശ്മീര്, കർണാടക, ഗുജറാത്ത്, ഒറീസ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും പഹൽഗാമിൽ വീരമൃത്യു വരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഈ നിമിഷം വരെ തുടരുന്നത്. കോൺഗ്രസിന്റെ കൂടെയുള്ള ഭീകരവാദ സംഘടനകളെ മത്സരിച്ച് കോൺഗ്രസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം തരും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ പഹൽഗാം ആക്രമണത്തിന് പുറകിൽ ഇന്ത്യക്കാരാണോ പാകിസ്ഥാൻകാരാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് സതീശന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പുറത്തു വന്നത്.